ഷമി, നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ചർച്ച ചെയ്ത താമരശ്ശേരിയിലെ കൊലപാതകം, സ്വകാര്യ ട്യൂഷൻ സെന്ററിലുണ്ടായ കയ്യാങ്കളിയെ തുടർന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ മാതാപിതാക്കളും ഈങ്ങാപ്പുഴയിൽ ഭർത്താവിന്റെ അതിക്രമത്തിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ ബന്ധുവും മുഖ്യമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി ഇരുവരും പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് താമരശ്ശേരിയിൽ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ഉണ്ടായ അക്രമ സംഭവത്തെ തുടർന്ന് കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മാതാപിതാക്കൾ കോഴിക്കോട് PWD ഗസ്റ്റ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടത്. കേസിൽ നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തന്റെ മകൻ കൊല്ലപ്പെടാൻ കാരണക്കാരായ കുട്ടികൾക്കെതിരെ മാത്രം നടപടിയെടുത്താൽ പോരായെന്നും കുറ്റാരോപിതരായ മാതാപിതാക്കൾക്കെതിരെയും പ്രേരണ കുറ്റത്തിന് കേസെടുക്കണമെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇനി മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റമാണല്ലോ. അപ്പോൾ ഇത് സാധനം കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട്, നമുക്ക് നീതി കിട്ടും എന്നുള്ളത്. ഭർത്താവ് കൊലപ്പെടുത്തിയ ഈങ്ങാപ്പുഴ സ്വദേശിനി ഷിബിലയുടെ ബന്ധു അബ്ദുൾ മജീദും മുഖ്യമന്ത്രിയായി കൂടിക്കാഴ്ച നടത്തി. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഷിബില ഭർത്താവിനെതിരെ നൽകിയ പരാതി അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി അബ്ദുൾ മജീദ് പറഞ്ഞു. മുഖ്യമന്ത്രി നമ്മുടെ പരാതി പൂർണ്ണമായും വായിച്ചു, ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകി ആ കുടുംബത്തെ സങ്കട നിവൃത്തി വരുത്തി തരണമെന്നാണ് പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരാതിക്ക് അനുസൃതമായി കാര്യമായി ഇടപെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേസുകളിൽ തുടർ നടപടി ഉറപ്പാക്കുന്നതിൽ ഒരു ആശങ്കയും വേണ്ടെന്ന് മുഖ്യമന്ത്രി ഇരു കുടുംബങ്ങൾക്കും ഉറപ്പു നൽകി. കൈരളി ന്യൂസ്, കോഴിക്കോട്.